ഞാനുണ്ടല്ലോ ഒരു പരീക്ഷണം എന്നുള്ള രീതിക്ക് നമ്മുടെ സർക്കാർ കൊടുക്കുന്ന സൗജന്യ പ്രിയദർശിനി യാത്രയുണ്ടല്ലോ, സ്ത്രീകൾക്ക് സൗജന്യ പ്രിയദർശിനി യാത്ര. ഞാനും ചെറുതായിട്ട് ഇന്നൊന്ന് യാത്ര ചെയ്തു. ഒരു കാര്യം ഉണ്ടായിട്ടല്ല. എന്നിട്ട് ഇന്ന് പ്രിയദർശിനി ബസ് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഉണ്ടല്ലോ, എന്റെ ദൈവമേ. നിങ്ങളൊരു അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രിയദർശിനിയിൽ ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കാം. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ഞാൻ ബന്ദിയോട് മുതൽ കാസർഗോഡ് വരെയാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരക്ക് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഞാൻ കുമ്പള വെടിക്കും പാലക്കുന്ന് ഭരണിക്കും എങ്ങനെ ഒരു തിരക്ക് കണ്ടിട്ടുള്ളൂ. എനിക്ക് സന്തോഷായി. നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ടി വി കാണുന്ന തിരക്കില്ലേ, അമ്മാതിരി തിരക്കാണ് ഒരു ബസ്സില്. ഓക്കെ, ഞാൻ ഇരുന്നതിന്റെ ഈ സൈഡിൽ ഇരുന്ന താത്താന്റെ 3/4 കുണ്ടിയും എന്റെ ഷോൾഡറിലാണ്. ഞാൻ ലാലേട്ടനെ പോലെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള താത്താന്റെ ഫുൾ കുണ്ടിയും എന്റെ തൊടയിലാണ്. ഇത് ഞാൻ തൊട ഇങ്ങനെ ഇടക്ക് അനക്കുമ്പോ പോലും അവര് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം മൈൻഡ് ചെയ്താൽ ഞാൻ എണീക്കേണ്ടി വരുമല്ലോ, എന്റെ തൊടേന്ന് എണീക്കേണ്ടി വരുമല്ലോ. ഈ കാര്യത്തിൽ എന്റെ മനസ്സലി, ഞാനൊരു മനുഷ്യനല്ലേ? അല്ലടാ ആണ്. എന്റെ കാര്യം ഞാൻ വേറെ ആളോട് ചോദിക്കണേ, അല്ലടാ. അത് കഴിഞ്ഞിട്ട് കണ്ടക്ടറിനെ റിക്വസ്റ്റ് ചെയ്യാണ് ഓരോ സ്റ്റോപ്പിലും, ചേച്ചി അടുത്ത ബസ് പ്രിയദർശിനി തന്നെ വരുന്നുണ്ട്, ഇതിൽ സ്ഥലമില്ല. ഇവന്മാരുടെ അടുത്തൊക്കെ ഇത് പറഞ്ഞാലും മനസ്സിലാവോ ഇല്ല. മാറി നിൽക്കണ മുണ്ടക്കൽ ശേഖര എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകൾ തടിച്ചു കയറുന്നത്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.